കോഴിക്കോട് പൂളക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പാതി വഴിയിൽ നിലച്ചതാണ് ഇപ്പോൾ എലത്തൂർ നിയമസഭാ മണ്ഡലത്തിലെ പ്രധാന ചർച്ച. വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ മണ്ഡലത്തിലെ ഈ പാലം പണി പൂർത്തിയാകാത്തതിനാൽ നാട്ടുകാരും പ്രതിഷേധത്തിലാണ്. പ്രധാന അപ്രോച്ച് റോഡ് പൂർത്തിയാകാത്തതിനാൽ പാലം നിർമ്മാണം പ്രതിസന്ധിയിലാണ്. മന്ത്രി എ കെ ശശീന്ദ്രന്റെ മണ്ഡലത്തിലുള്ള പൂളക്കടവ് പാലമാണിത്. പ്രദേശവാസികളുടെ ഏറെ കാലമായുള്ള ആവശ്യമാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളത്. പക്ഷേ ഈ പാലം നിർമ്മാണം പാതിയിൽ നിലച്ചത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കുരുവട്ടൂർ പഞ്ചായത്തിനെയും കോഴിക്കോട് കോർപ്പറേഷനെയും ബന്ധിപ്പിക്കാനായി പൂനൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലമാണിത്. 2021 മന്ത്രി റോഷി അഗസ്റ്റിൻ തറക്കല്ലിട്ടത്. കിഫ്ബിയിൽ നിന്ന് 30 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത്. 18 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഏറെ വൈകി പാലം പ്രവൃത്തി പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡ് ഇതുവരെയുമായിട്ടും നിർമ്മിക്കാനായില്ല. ഓരിത് നാളെ ലോട്ടറി ടിക്കറ്റന്മാർ നാളെ ആക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് നമ്മൾ പാലത്തിൻ്റെ പണി ഇപ്പോൾ 3-4 കൊല്ലാവാനായി. ഇതുവരെ നമ്മളെ റോഡാണെങ്കിൽ അത്ര മോശമായിട്ട് വണ്ടി പോകാൻ കഴിയൂല. എന്നാൽ ഒരു ഉപകാരമില്ല. എത്ര കാലമായിട്ട് ഓരോട് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. മഴക്കാലത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പാടാണ്. നമ്മളെ പറമ്പുള്ളവർ കഷ്ടപ്പാടാണ്. എന്നാൽ ഈ ഭാഗത്തുള്ളവർക്ക് ഇതിലേക്ക് പട്ടണമെങ്കിൽ അതിലെ ചാടി വരണം. ഇപ്പോൾ ഇത് ഇങ്ങനെ കിടക്കൽ തന്നെ ഉള്ളൂ. ഒരു ഉപകാരവും ഒന്നിനുമില്ല. സമീപത്ത് തന്നെ 70 വർഷത്തോളം പഴക്കമുള്ള സമാന്തര നടപ്പാലമുണ്ട്. അപകട ഭീഷണിക്കിടെയാണ് ഇരുചക്ര വാഹനങ്ങൾ പോലും ഇതിലൂടെ കടന്നു പോകുന്നത്. മഴക്കാലമായാൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന പ്രദേശം കൂടെയാണിത്. പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി പുഴയുടെ വശങ്ങളിൽ കോൺക്രീറ്റ് മതിലുകൾ കെട്ടുന്ന പണിയും അനിശ്ചിതത്വത്തിലാണ്. അത് കുറേ ഇങ്ങനെ നീണ്ടുപോകണം. 5 കൊല്ലായി. ഇത്ര ഒരു 1.5 കൊല്ലാണ്ടിട്ടാണ് തീർക്കുന്നു പറഞ്ഞതിന്. ഇപ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് അങ്ങനെ നിന്നെടുക്കുക. ഈ സാധനം ഇവിടെ തുടങ്ങിയിട്ട് 5 കൊല്ലം മുമ്പ് PWD മാർക്ക് ചെയ്ത റോഡിൻ്റെ മുകളിൽ റിബൺ കെട്ടിങ്ങായിട്ട് വോട്ട് പിടിക്കലായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് കമ്പി കൊണ്ടുപോയിടും. എന്നിട്ട് ഇലക്ഷൻ സമയത്ത് ആ കമ്പി ഇങ്ങനെ ഒരു 4-5 ബംഗാളികൾ ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് വർക്ക് നടക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കാം. ഇവിടേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് എത്തൂല. ആ പാലത്തൊന്നും കാണുന്നല്ലാണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഇലക്ഷൻ മാത്രം വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു പദ്ധതിയായിരുന്നു. ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള പാവപ്പെട്ട ജനങ്ങളെ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ട് ഇങ്ങനെ നിന്നുപോയി, ഇതെന്തുകൊണ്ട് മുന്നോട്ട് നടക്കണില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ കുറേ പ്രയത്നിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ സമരം ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ ഒരു വാക്ക് കൂടെ സമരം ചെയ്ത് കാര്യങ്ങൾ കളക്ടർ മുഖാന്തരം അവതരിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ പാസ്സായി വരുമ്പോഴത്തെ വേറെ ടീം വേറെ ഒന്നും കൂടി പറഞ്ഞു പിന്നാലെ നടക്കുന്നുണ്ട്. അപ്രോച്ച് റോഡ് പൂർത്തിയാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് സ്ഥലം MLAയും മന്ത്രി കൂടെയുമായ എ കെ ശശീന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചിട്ടില്ല. എലത്തൂർ നിയമസഭാ മണ്ഡലത്തിലെ പ്രധാന ചർച്ചയാകും പൂളക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന് ഉറപ്പാണ്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.